നമസ്തേ. സ്വാമി ശരണം രാജീവ് ഗുരുകൃപയാണ്. ശബരിമലയുടെ അല്ലെങ്കിൽ ശബരിമലയിലേക്കുള്ള ഒരു തീർത്ഥാടനം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് വൃശ്ചിക മാസം, കാർത്തിക മാസം ഒക്കെ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ശബരിമലയുടെ തീർത്ഥാടനവുമായി അല്ലെങ്കിൽ തീർത്ഥാടന കാലഘട്ടം വരുമ്പോൾ വളരെ കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള വിഷയങ്ങൾ ശബരിമലയെപ്പറ്റി ഉണ്ടാകുകയും അങ്ങനെ ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ധാരാളം ചർച്ചകൾ നടക്കുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഏത് രീതിയിലും ശബരിമലയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ധാരാളം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. പല പ്രാവശ്യം ശബരിമല ക്ഷേത്രം അഗ്നിക്കിരയാക്കിയിട്ടുണ്ട്. ഇന്നും ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങളെപ്പറ്റി ധാരാളം കോടതി വിധികളും സ്ത്രീ പ്രവേശനവും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ശബരിമലയുടെ പല ആചാര അനുഷ്ഠാനങ്ങളും സ്മൃതിപ്രോക്തമായ ഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ട് പറയുമ്പോൾ ചില ആചാര അനുഷ്ഠാനങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തകർന്നു വീഴുന്നതുണ്ടാകാം. എന്നാൽ ശബരിമലയുടെ ശ്രുതിപ്രോക്തമായ രംഗങ്ങൾ ആരും തന്നെ അറിയുന്നില്ല എന്നതാണ് വളരെ വേദനാജനകം. ശബരിമല യാത്രയുടെ വൈദികമായ ഒരു കാഴ്ചപ്പാട് നാം മനസ്സിലാക്കേണ്ടതാണ്. വേദവും വൈദിക ആചരണങ്ങളുമാണ് ശബരിമലയുടെയും മണ്ഡലകാല വ്രതങ്ങളുടെയും അടിസ്ഥാനമെന്ന് ഇന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ പലരും നെറ്റി ചുളിച്ചേക്കാം. കേരളത്തിലെ പല ആചാരങ്ങൾക്കും പിന്നിലുള്ള അഗാധമായ തത്വചിന്ത ഇന്നാരും ചർച്ച ചെയ്യാറേയില്ല. എങ്കിലും തങ്ങൾ ചെയ്യുന്ന ആചാര അനുഷ്ഠാനങ്ങളുടെ യഥാർത്ഥ തത്വം എന്തെന്നറിയുന്നത് എപ്പോഴും നല്ലതാണ്. ഉത്തരായണത്തിൻ്റെ ആരംഭത്തെയാണ് മകരസംക്രമമായി കണക്കാക്കുന്നത്. ശബരിമലയിലെ ആഴിയിൽ നെയ്ത്തേങ്ങ ആഹൂതിയായി അർപ്പിക്കുന്ന മഹായജ്ഞം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. യാഗമെന്ന പദം കേൾക്കുമ്പോൾ കൃതയുഗത്തെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. പല പ്രഭാഷകരും ശബരിമലയുടെ ഐതിഹ്യം സ്മൃതി ഗ്രന്ഥങ്ങളെ 700-800 വർഷങ്ങൾ പഴക്കമുള്ള സ്മൃതി ഗ്രന്ഥങ്ങൾ വെച്ച് അരങ്ങ് തകർക്കുമ്പോൾ അവർ അറിയാതെ പോകുന്ന ചില രഹസ്യങ്ങളുണ്ട്. കോടി വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ധർമ്മശാസ്ത്ര സങ്കല്പം, ദേവതാ സങ്കല്പം വൈദിക വിധിയാണ്. ആ ധർമ്മശാസ്താവിനെ ഉപാസിച്ച ഒരു ചരിത്ര പുരുഷനാണ് അയ്യപ്പൻ. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, അയ്യപ്പനും ധർമ്മശാസ്താവും എന്നുള്ള രണ്ട് വിഷയങ്ങളാണ്. അയ്യപ്പനെപ്പറ്റി ചരിത്രപരമായി പറയുമ്പോൾ ഒരുപക്ഷെ വാപുരനെന്നോ ഒക്കെ പറയുന്ന സൗഹൃദങ്ങളുണ്ടാകാം. എന്നാൽ എല്ലാ മതങ്ങളും സനാതനധർമ്മത്തിൻ്റെ പിരിവാണ് എന്ന് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കാരണം സഹസ്രനാമങ്ങളിലും അഷ്ടോത്തരങ്ങളിലുമൊക്കെ, അയ്യപ്പ സഹസ്രനാമത്തിലും അഷ്ടോത്തരത്തിലുമൊക്കെ ഓം ഹിന്ദുവായ നമഃ എന്ന ഒരു പദം നിങ്ങൾക്ക് കാണുവാൻ കഴിയില്ല. ഹിന്ദു എന്ന് പറയുമ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ തീരത്തുണ്ടായതാണ് എന്ന് പറയുമ്പോൾ ആ ഹിന്ദുവിനെ എങ്ങനെ വസുധൈവ കുടുംബകം എന്ന ഒരു കോൺസെപ്റ്റ് കാണുവാൻ കഴിയും? ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന ഒരു കോൺസെപ്റ്റ് കാണുവാൻ കഴിയും? ചിന്തിക്കേണ്ട വിഷയമാണ്. സഹസ്രനാമങ്ങളിൽ എന്നാൽ നിങ്ങൾക്ക് മറ്റൊന്ന് കാണാം, ഓം സനാതനായ നമഃ. കണ്ടിട്ടില്ലാത്തവർ ഇനി അയ്യപ്പ സഹസ്രനാമമോ അല്ലെങ്കിൽ ശാസ്താ സഹസ്രനാമമോ എടുത്തു വെച്ച് നോക്കുമ്പോൾ ചെക്ക് ചെയ്യണം. ഹിന്ദുവായ നമഃ ഉണ്ടായിരുന്നു. ഹിന്ദു എന്നത് സനാതനത്തിൽ നിന്നും ഉരുവായ ഒരു മതമാണ്. പലരും പറയുന്നുണ്ട്
ശബരിമല ബുദ്ധമത സങ്കേതമായിരുന്നു എന്ന്. ഒരിക്കലുമല്ല. എന്തുകൊണ്ടാണ് ബുദ്ധമത സങ്കേതം എന്ന് പറയുന്നത്? ബുദ്ധൻ ശരണത്തെക്കുറിച്ച് പറയുന്നത് കാരണം അത് ബുദ്ധമതത്തിൽ നിന്നുരുവായതാണ്. എന്നാൽ ബുദ്ധൻ ശരണത്തെ കുറിച്ച് പറയുന്നതിന് വളരെ മുമ്പ് തന്നെ, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വേദങ്ങളിൽ ഈ ശരണം പറയുന്നുണ്ട്. ഋഗ്വേദം 6:48-9 ഇന്ദ്ര ത്രിധാതു ശരണം എന്ന് പറയുന്നുണ്ട്. ഋഗ്വേദത്തിൽ പല സ്ഥലങ്ങളിലും ഈ ശരണം പദം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ബുദ്ധൻ്റെ കാലഘട്ടമാണെന്ന്, ബുദ്ധൻ്റെ പിൻഗാമിയാണ് എന്ന് ശാസ്താവ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അവർ വേദങ്ങൾ പ്രമാണമായി എടുക്കാത്തത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്. വേദങ്ങളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുവാൻ കഴിയില്ല, അത് അപൗരുഷേയമാണ്. എന്നാൽ വേദങ്ങളുടെ കാലപ്പഴക്കം എഴുത്തോലകളിലേക്ക് എഴുതപ്പെട്ടപ്പോൾ അതിൻ്റെ കാലഗണന വേണമെങ്കിൽ നിശ്ചയിക്കാം. എഴുത്തിലേക്ക് വന്ന കാലഗണന മാത്രമേ നിശ്ചയിക്കുവാൻ പറ്റൂ. പക്ഷേ വേദങ്ങൾ അപൗരുഷേയമാണ്, അത് ദർശനങ്ങളാണ്, ശ്രുതികളാണ്. ദർശിച്ചത് വാമൊഴിയായി കൊടുത്തത് പിന്നീട് പിൽക്കാലത്ത് എഴുത്തോലകളിൽ എഴുതവെച്ച ആ കാലഘട്ടന വേണമെങ്കിൽ നിർണ്ണയിക്കാം. അല്ലാതെ വേദങ്ങളുടെ കാലപ്പഴക്കത്തെ നിർണ്ണയിക്കുവാൻ ഒരിക്കലും കഴിയില്ല. ഈ പ്രപഞ്ചമുണ്ടായ കാലം മുതൽ വേദമുണ്ടായി. ആ വേദമുണ്ടായ കാലഘട്ടം മുതലുള്ളതാണ് ഈ ധർമ്മശാസ്ത്ര സങ്കല്പവും ദേവതാ സങ്കല്പവും. ഈശ്വരപ്രാപ്തിയിലേക്ക് എത്തുവാൻ ദേവതകളിലൂടെ എത്തുവാൻ കഴിയൂ എന്നത് വേദങ്ങളിൽ പറയുന്നുണ്ട്. ദേവതാസ്തുതികളും ഈശ്വരസ്തുതിയുമുണ്ട്. ദേവതകളെ സ്തുതിക്കുന്ന രംഗങ്ങൾ വേദങ്ങളിലുണ്ട്. ദേവതകൾ പല പല ദേവതകളായി പറയും, 33 ദേവതകളെ കുറിച്ച് വർണ്ണിക്കുന്ന രംഗങ്ങളുണ്ട്. എന്നാൽ ഈശ്വരനെന്ന് പറയുന്ന ഏകം സത്ത് വിപ്ര ബഹുത വതന്തി എന്നുള്ള ആ ഏകമായ തത്വത്തെ വർണ്ണിക്കുന്ന രംഗവുമുണ്ട്. ഇവിടെ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ചരിത്ര പുരുഷൻ, 700 അല്ലെങ്കിൽ 750 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു ചരിത്ര പുരുഷൻ, ധർമ്മശാസ്താവിനെ ഉപാസിച്ച് അതിൽ വിലയം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ധർമ്മശാസ്താവായി മാറി. കടലിൽ നിന്നും അല്പം ജലം കോരി ഗ്ലാസ്സിൽ വെച്ചാൽ നമുക്ക് പറയാം ഇത് ഗ്ലാസ്സിലിരിക്കുന്നത് കടൽ ജലമാണെന്ന് പറയാം. എന്നാൽ തിരിച്ച് അത് കടലിലേക്കൊഴിച്ചാൽ അത് കടലായി മാറും. പിന്നീടൊരിക്കലും ഗ്ലാസ്സിലിരിക്കുന്നത് കടൽ ജലമെന്ന് പറയേണ്ട കാര്യമില്ല. ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ മനസ്സിലാക്കണം. അങ്ങനെ അയ്യപ്പനെ മണികണ്ഠനായിട്ടും വാവരെ വാപുരനാക്കിയും ഒത്തിരി കഥകൾ ഇവിടെ മെനഞ്ഞു വെക്കുന്നുണ്ട്. ഈ കഥകളൊക്കെ ഏതാണ്ട് 200, 300, 400 വർഷം മുമ്പ് എഴുതി വെച്ച സ്മൃതി ഗ്രന്ഥങ്ങളാണ്. സ്മരണയിൽ എഴുതി വെച്ച സ്മൃതി ഗ്രന്ഥങ്ങളാണ്. വ്യാസരചിതമായ മഹാഭാരതത്തിൽ വെറും 4400 ശ്ലോകങ്ങൾ മാത്രമേ ഉള്ളൂ മൂലപ്രമാണത്തിൽ. എന്നാൽ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ 5600 ശ്ലോകങ്ങൾ കൂട്ടിച്ചേർത്ത് അതിൽ 10,000 ശ്ലോകങ്ങളാക്കി. ഇന്ന് നമുക്ക് ലഭിക്കുന്ന വ്യാസരചിതമായ മഹാഭാരതത്തിൽ 1,25,000 മേലെ ശ്ലോകങ്ങളുണ്ട്. അതെല്ലാം പ്രക്ഷുബ്ധമാണ്, മനോധർമ്മത്തിൽ കൂട്ടിച്ചേർത്തതാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, പ്രമാണമായി എടുക്കേണ്ടത് ശ്രുതി ഗ്രന്ഥങ്ങളാണ്. കാരണം സ്മൃതിയിലും ശ്രുതിയിലും കൃത്യമായി പറയുന്നുണ്ട്, കലാകാലങ്ങളിൽ വരുന്ന അന്ധവിശ്വാസങ്ങൾ ശ്രുതി ആധാരമാക്കി തിരുത്തണം. കാരണം ശ്രുതി തെറ്റാൻ പാടില്ല. വേദസൂക്തങ്ങൾ ഒരിക്കലും തെറ്റാൻ സാധ്യമല്ല. കാരണം അതിനൊരു ഋഷിയുണ്ട്, ഛന്ദസ്സുണ്ട്, ഒരു ദേവതയുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് അയ്യപ്പൻ എന്താണ്, ശാസ്താവ് എന്താണ്. അയ്യപ്പനെ വെച്ചുകൊണ്ട് ശാസ്താവിൻ്റെ ചരിത്രം നോക്കാൻ ശ്രമിക്കരുത്. അയ്യപ്പനെ പറയുമ്പോൾ അയ്യപ്പനെക്കുറിച്ച് പറയണം. അദ്ദേഹം ഒരു ചരിത്ര പുരുഷനായിരുന്നു. ഏതാണ്ട് 700-750 വർഷം മുമ്പ് ജീവിച്ചിരുന്ന അദ്ദേഹത്തിന് ഇസ്ലാം എന്ന് പറയുന്ന ഒരു വാപരനെന്നോ അല്ലെങ്കിൽ വാപരനെന്നോ ഒക്കെ ഉണ്ടാകുന്ന സുഹൃത്തുക്കൾ ഉണ്ടാകാം. കാരണം സനാതനധർമ്മത്തിൽ മതങ്ങൾക്ക് പ്രമാണമില്ല. മതങ്ങളെല്ലാം സനാതന ധർമ്മത്തിൽ നിന്നും പിന്നീട് ഉരുവാക്കിയതാണ്. യജ്ഞസംസ്കാരത്തിൽ നിന്നും ക്ഷേത്ര സംസ്കാരത്തിലേക്ക് നമ്മൾ നടന്നു നീങ്ങിയപ്പോൾ നമ്മൾക്ക് ഒത്തിരി ആചരണങ്ങൾ അന്യമായിപ്പോയി. എന്നാൽ ശബരിമലയിൽ ഇന്നും
ആ വൈദിക രഹസ്യം, ആ യജ്ഞസംസ്കാരത്തെ ഓർമ്മപ്പെടുത്തുന്ന ധാരാളം ചടങ്ങുകൾ ഇന്നും അവിടെ നടക്കുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. അടുത്ത ഭാഗത്ത് അടുത്തത് പറയാം. സ്വാമി ശരണം.